നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയോടുള്ള നിലവിലെ നിലപാട് അത്ര സുഖകരമല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നുവെന്ന ചെറിയ അസൂയയും റഷ്യ അടക്കമുള്ള വമ്പന്മാരുമായി കൈകോർക്കുന്നതിനുള്ള അതൃപ്തിയുമെല്ലാം ട്രംപിന്റെ പ്രവർത്തികളിൽ പ്രകടവുമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ 25% അധിക തീരുവ നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇന്ത്യക്ക് മേലുള്ള US നികുതി 50% ഉയരുന്നതോടെ ഇന്ത്യയെ സാരമായി സാമ്പത്തിക രീതിയിൽ ഇത് ബാധിക്കുമോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ആഭ്യന്തര വിപണിയിലെ ആവശ്യകത ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്ന പേരിലാണ് ട്രംപ് ഭരണകൂടം 25% അധിക തീരുവ ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ചത്. US സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും പറയുന്നുണ്ട്. ഇതോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറുന്നതാണ്. സ്വിറ്റ്സർലാൻഡ് 39%, കാനഡ 35%, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ 30%. ഇങ്ങനെയാണ് തീരുവ പട്ടികയിൽ പിന്നാലെയുള്ളത്. എന്നാൽ ഈ അധിക തീരുവ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മരുന്ന്, സ്മാർട്ട് ഫോണ്, ഇപ്പോഴത്തെ നികുതി ഇളവുകളും ശക്തമായ ആഭ്യന്തര ആവശ്യവും പ്രതിരോധിക്കും. S&P ഗ്ലോബൽ റേറ്റിംഗ്സ് പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി താരിഫ് വർധനവിന്റെ സാമ്പത്തികാഘാതം കുറയ്ക്കും എന്നാണ് പറയുന്നത്. അതേസമയം ഉൽപാദന ഉപകരണങ്ങൾ, രാസവസ്തുക്കൾ, വാഹനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ കയറ്റുമതിക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ തുണിത്തര കയറ്റുമതി കേന്ദ്രമാണ് US. ചൈനയ്ക്കും വിയറ്റ്നാമിനും ശേഷം US-ലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യവും ഇന്ത്യയാണ്. 9% വരും ഇത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചൈനയുടെ വിപണി വിഹിതം കുറഞ്ഞത് ഇത് ഇന്ത്യക്ക് നേട്ടമായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ US വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചിരുന്നു. ഇന്ത്യയുടെ വിഹിതം 6% നിന്ന് 9% ഉയരുകയാണ് ചെയ്തത്. ചൈനയുടെ വിഹിതം 38% നിന്ന് 25% കുറഞ്ഞപ്പോഴായിരുന്നു ഇത്. സാമ്പത്തിക സ്ഥാപനങ്ങൾ, ടെലികോം, വിമാന കമ്പനികൾ, ഹോട്ടലുകൾ, സിമന്റ്, ഉൽപാദന ഉപകരണങ്ങൾ തുടങ്ങിയ ആഭ്യന്തര ഉപഭോഗ മേഖലകൾക്ക് ഈ താരിഫ് പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും. ഫിച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഇതുവഴി US താരിഫ് വർധനവിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുകയും ചെയ്യും. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.5% വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്.